ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ അവിടെ മാരിയം പൊങ്കലാണ്. അപ്പോൾ നമ്മൾ നാളെ രാവിലെ പുലർച്ചെ മാവളൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ പച്ചമാവ് ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ ഞങ്ങൾ ഈ ദിവസം രാത്രിയാണ് കേട്ടോ പച്ചമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഉച്ചയാണ് ആ ടൈമിൽ ഒരു അരിയൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ട് നമ്മൾ അതിനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വെല്ലമാണ്. അപ്പോൾ ഇനി വെല്ലത്തിന് പാവ് കാച്ചണം. അപ്പോൾ അതിന് നമ്മൾ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിനൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിനൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ, പാവ് കാച്ചി എടുക്കണം. അപ്പോൾ ഇത് മാവിൽ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഏലക്കാപ്പൊടിയാണ്, അതും നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ആ അരിപ്പൊടിയിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പച്ചമാവ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പച്ചരിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പാവൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചീശെ ആ മാവിലേക്ക് കുറച്ചീശെ പാവ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മളൊരു 3 കിലോനാണ് കേട്ടോ ഒരു മാവ് 3 കിലോനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരുപാട് മാവ് ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചായിട്ടാണ് മാവുകളൊക്കെ പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ റിലേറ്റീവ് ആയിട്ടുള്ളൊരു ചേച്ചിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യണത്. അപ്പോൾ ആ ചേച്ചിയാണ് മാവൊക്കെ പിടിച്ചത് കേട്ടോ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ആദ്യം വെല്ലത്തിൻ്റെ പാവ് കുറച്ചായിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഉരുണ്ട പോലെ പിടിച്ചിട്ട് അതിനൊന്ന് ഷേപ്പാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇടയിൽ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഉരുണ്ട ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനൊക്കെ ഒന്ന് തട്ടിയെടുത്തിട്ട് ഷേപ്പാക്കിയിട്ട് എടുക്കണം. അപ്പോൾ കുറച്ചായിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിറയെ മാവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചായിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ചില ഭാഗങ്ങളിലൊക്കെ മാവളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ചുക്ക് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മളതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഏലക്കപ്പൊടിയും നെയ്യും മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉരുണ്ടയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഷേപ്പാക്കിയിട്ട് എടുക്കണം കേട്ടോ. നമ്മൾ കുറച്ചായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഒരുപാട് മാവുള്ളത് കൊണ്ട് തന്നെ കുറച്ചായിട്ടാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് ഇത് ഫുള്ളായിട്ടൊന്നും പൂജയ്ക്ക് വേണ്ടി വെക്കേണ്ട, മാവുകളൊക്കെ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ അടുത്ത നമ്മുടെ റിലേറ്റീവ്സിനും അതുപോലെ തന്നെ അടുത്ത വീടുകളിലൊക്കെ കുറച്ച് മാവ് കൊടുക്കണം, പ്രസാദം കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആദ്യത്തെ മാവളത്തിനുള്ള ഇത് റെഡി ആയിട്ടുണ്ട്, പച്ചമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കുറേ നേരം ചെയ്തപ്പോൾ നമ്മുടെ ഏട്ടൻ സഹായത്തിനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇനി ഏട്ടനും അതുപോലെ ഉരുണ്ട പിടിച്ച് തരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ചേച്ചിയാണ് അതിനെയൊക്കെ ഷേപ്പ് ചെയ്തിട്ട് ലെവലാക്കി എടുക്കുന്നത്. അപ്പം നാളെ രാവിലെ പൂക്കുഴി ഇറങ്ങിയതിന് ശേഷമായിരിക്കും മാവളൊക്കെ എടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 5:30 ആകുമ്പോൾ എടുക്കുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മളെ എല്ലാ മാവ് പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒരു പിടിമാവുള്ളത് അമ്പലത്തിലേക്ക് നമ്മൾ മാവളൊക്കെ എടുത്തു കഴിഞ്ഞ് പൂജ ചെയ്യുന്ന സമയത്ത് അത് അമ്പലത്തിലേക്ക് കൊടുക്കും. ബാക്കിയുള്ളതാണ് നമുക്ക് തരിക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിൽ പൂവ് കുത്തി വെക്കണം. അപ്പം നമ്മുടെ അടുത്ത് വേറെ അങ്ങനത്തെ പൂവ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ചിട്ടുപല്ലി കുത്തി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ പൂക്കുഴിയിലിറങ്ങാൻ ഒരുപാട് സമയം വൈകിയിട്ടുണ്ടായിരുന്നു. 5:45 6 മണി ആ ടൈമൊക്കെ ആയിട്ടോ പൂക്കുഴിയിലിറങ്ങാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാവളൊക്കെ എടുക്കാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 6 മണി 6:15 6:30 ആകുമ്പോഴാണ് അവർ പോയിട്ട് തിരിച്ചമ്പലത്തിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.